ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എന്നെ അറിയുന്നവരുണ്ടാവും, എന്നെ അറിയാത്തവരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ എന്നെ അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം, എൻ്റെ പേര് റിൻഷ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാനിതാ Q&Aയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. Q&A എല്ലാവരും ചെയ്ത് മടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ യൂട്യൂബിലല്ല ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ആ പോസ്റ്റില്ലേ അത് ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം യൂട്യൂബിൽ ഇടാനും മാത്രമുള്ള സബ്സ്ക്രൈബേഴ്സൊന്നും എനിക്കായിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സൊന്നുമില്ല, എന്നാലും എന്നെ അറിയാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി ഇതാവുമല്ലോ. അപ്പോൾ ഞാൻ ഫോണൊക്കെ എടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ സേവ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് കേട്ടോ കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതാ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, വീട് എവിടെയാണ്? അപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് വയനാടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എത്ര ലോങ് എന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ വരുന്ന വീഡിയോസിലൊക്കെ പറയാം. ഇപ്പോൾ പറഞ്ഞാൽ അതിനൊരു ത്രില്ലില്ലല്ലോ അല്ലേ. അപ്പോൾ കുറച്ച് ലോങ് ആണ്, കുറച്ചധികം ലോങ് ആണ്. പക്ഷേ ഒരു രസമാണ്, ഞങ്ങൾക്കൊരു ട്രിപ്പ് പോലെയാണ്. അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഉമ്മ, അനിയനിപ്പോൾ നാട്ടിലില്ല, അവനിപ്പോൾ UK യിലാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ ഉമ്മ, ഉപ്പ, സിസ്റ്റർ, പിന്നെ സിസ്റ്ററിൻ്റെ മക്കൾ. ഇതുപോലെ ഞങ്ങൾ 2 ഫാമിലിയും ചെറിയ ഫാമിലി ആട്ടോ. 2 മക്കളേ ഉള്ളൂ. ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും ഒരു സിസ്റ്ററേ ഉള്ളൂ. എൻ്റെ ഫാമിലി വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു അനിയനേ ഉള്ളൂ. ഞങ്ങളതൊരു ചെറിയ ഫാമിലിയാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, കുറേ എൻ്റെ ഫ്രണ്ട്സ് ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നീ ഏതാടി, അതെൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടാണ്. അറിയുമോ ചോദിച്ചിട്ടുണ്ടാരോ? പേര് വായിക്കണ്ടല്ലോ. അറിയുമോ ചോദിച്ചിട്ടുണ്ടാരോ? പേര് വായിക്കണ്ട, അറിയില്ല കേട്ടോ. പിന്നെ മാരീഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാരീഡാണ്. പിന്നെ വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി? അതെൻ്റെ ഫ്രണ്ട് ചോദിച്ചതാണ്. എൻ്റെ ഫ്രണ്ട് താനു ചോദിച്ചതാണ്. നീയൊക്കെ എൻ്റെ ലൈഫിലുള്ളതാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. പിന്നെ ലവർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെൻ്റെ ഫ്രണ്ട് ചോദിച്ചതാണ്, ജെസ്സി. അടി ഉണ്ട്. അതൊക്കെ ഞാൻ അവർക്ക് മറുപടി കൊടുക്കാമല്ലേ, ഇതിൻ്റെ ഇടയിൽ കൂടെ വായിക്കണ്ടല്ലോ. പിന്നെ എന്താ റാഷി CK, എൻ്റെ കൻ്റെ മാമൻ്റെ മോനാണ് കേട്ടോ. അവൻ ഇതുപോലെ മാമൻ്റെ മോൻ ആരാന്ന് ചോദിച്ചിരിക്കണേ. അവൻ തന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, മാമൻ്റെ മോൻ ആരാന്ന്. നീ തന്നെയാ, വേറെ ആരുമല്ല, ഒരേ ഒരു മാമൻ്റെ മോന്. പിന്നെ അതുപോലെ ഡോട്ട്, ക്വസ്റ്റ്യൻ മാർക്ക്, അതിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? ഇങ്ങനെ ഡോട്ടും ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇടുന്ന നേരം. അപ്പോൾ അതൊന്നും വായിക്കണ്ടല്ലോ. പിന്നെ ആസ്ക് മി എ ക്വസ്റ്റ്യൻ, ഇതുപോലെ എൻ്റെ ഫ്രണ്ടാണ് അഫീഹ. പിന്നെ എത്ര കിഡ്സ് ഉണ്ട്? അങ്ങനത്തെ നല്ല ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കൂ. 2 കിഡ്സ് ഉണ്ട്, 2 ബോയ്സ്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കേൾക്കാം ഇടയ്ക്കൂടൊക്കെ. 2 കിഡ്സ് ഉണ്ട്, 2 ബോയ്സാണ്, 2 വില്ലന്മാരായിട്ടുള്ള 2 ബോയ്സ് ഉണ്ട്. അപ്പോൾ ഒരാൾ 7 വയസ്സും ഒരാൾ 1 വയസ്സും. പിന്നെ ഇതുപോലെ ഞാൻ കുറേ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ പ്രിപ്പയറൊക്കെ ചെയ്ത് ഫോണിൽ ഫുൾ സെറ്റപ്പൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയത് കാരണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തപ്പിപ്പിടുത്തൊക്കെ ഉണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ എന്താണ്? എപ്പോഴും ഇതുപോലെ മനസ്സിൽ ചാനൽ തുടങ്ങണം എന്നൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. ഇതുപോലെ 2-3 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ട്രിപ്പ് പോകുന്നൊരു വീഡിയോ ആയിരുന്നു. അതെടുത്തിട്ട് ഞാൻ അതുപോലെ പോസ്റ്റ് ചെയ്തില്ല. പിന്നെ ഇതുപോലെ എൻ്റെ നാത്തൂന്, എൻ്റെ സിസ്റ്ററിലോ, അവൾക്കൊരു ചാനലുണ്ട്, ഷാന ദുവ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അവൾ ചെയ്യാൻ തുടങ്ങിയത് അത് ഇൻസ്പയർ ആയിട്ട് ഞാൻ ചെയ്തതാണ്. അവളിതുപോലെ കമ്പൽ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഡിന്നെയും ചെയ്യുക. അങ്ങനെ അവളും ഞാനും കൂടി ചെയ്യുമ്പോൾ നമുക്കൊരു ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത 3 കാര്യങ്ങൾ എന്താണ്? 3 കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ ഒരു കാര്യമുള്ളൂ, ഫാമിലി ഇല്ലാതെ എനിക്ക് പറ്റും തോന്നുന്നില്ല സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, എനിക്ക് ഫാമിലി ഇല്ലാതെ പറ്റൂല. ഫാമിലിയാണ് എൻ്റെ എല്ലാം. അവരാണ് എൻ്റെ ബാക്ക് ബോൺ. അപ്പോൾ അവരില്ലാതെ ഒന്നും പറ്റൂല. 3 കാര്യങ്ങൾ പിന്നെ ഫണ്ണാക്കിയിട്ട് വേണമെങ്കിൽ പറയാം. ചായ ഇല്ലാണ്ട് ഒരു ദിവസം പോകാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പ് തോന്നുന്ന കാര്യം എന്താണ്? എനിക്ക് പേഴ്സണലി അങ്ങനെ പെട്ടെന്നൊന്നും ദേഷ്യം വരുന്ന ആളല്ല കേട്ടോ ഞാൻ. അത്രക്ക് എന്തെങ്കിലും ആവണം, എന്നാലേ എനിക്ക് ദേഷ്യം വരുള്ളൂ. പിന്നെ ദേഷ്യം വരുന്നതെന്ന് വെച്ചാൽ, പൊതുവെ എനിക്ക് ദേഷ്യം വരുന്നത് എന്നോട് നുണ പറയുന്നതാണ്. കള്ളത്തരം കാണിക്കുക, നുണ പറയുക, അതൊന്നും എനിക്കിഷ്ടമല്ല. ഉള്ളത് പോലെ പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. വെറുതെ ഇങ്ങനെ പിന്നെ ചിലരുണ്ടല്ലോ നമ്മൾ മുമ്പിൽ ഭയങ്കര നൈസായിട്ട് ബാക്കിൽ നിന്നിട്ട് കുറ്റം പറയുന്നത്. അങ്ങനത്തെ ആൾക്കാരൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഞാൻ ഒഴിവാക്കിയിരിക്കണ്. ഒറ്റൊന്നിനൊന്നും അടുപ്പിക്കാറില്ല ഞാൻ അങ്ങനത്തവരൊന്നും എൻ്റെ ലൈഫിൽ ഇപ്പം ഇല്ല. ഞാൻ കുറേ പേരൊക്കെ ഞാൻ അങ്ങനെയുള്ളവരൊക്കെ കട്ട് ചെയ്തിരിക്കണം.
ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ലൈഫിൽ പോസിറ്റീവായിട്ട് ഇരിക്കാൻ എന്താണ് ചെയ്യാറുള്ളത്? ലൈഫിൽ എപ്പോഴും ആർക്കും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റൂല. പിന്നെ എപ്പോഴും ഇടയ്ക്ക് നമുക്ക് നെഗറ്റീവ് വരാം. പോസിറ്റീവായിട്ട് ഇരിക്കാൻ ചെയ്യാറുള്ളത് നമ്മൾ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ, ഞാൻ കൂടുതൽ ഫാമിലിയുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യാറ്. എനിക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നതും ആ വൈബ് കിട്ടുന്നതും ഫാമിലിയാണ്. പിന്നെ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ്, അപ്പോൾ അവരെ കൂടെ നമ്മൾ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ ആവും ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. കാരണം ലൈറ്റൊക്കെ പോയി തുടങ്ങി. ഞാൻ തന്നെ ഭയങ്കര റിസ്ക് എടുത്തിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇടയ്ക്ക് ബഹളമൊക്കെ കേൾക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ഇനി അടുത്ത വീഡിയോസിൽ വേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.